സൂപ്പർ എയ്റ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 188 റൺസ് പിന്തുടർന്ന ടീം ഇന്ത്യ 111 റൺസിന് പുറത്തായിരുന്നു. ടൂർണമെന്റിലുടനീളം ടീം ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നമായ ഓപ്പണിംഗ് ജോഡി ഇന്നലെയും നിരാശപ്പെടുത്തിയിരുന്നു. ടീം മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷനിൽ മാറ്റം വരുത്താനായി പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നെത്തിയിരിക്കുന്നത്. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 5 മത്സരങ്ങളിൽ 4ലും എതിർ ടീമുകൾ പാർട്ട് ടൈം ഓഫ് സ്പിൻ കൊണ്ടാണ് ബോളിംഗ് ആരംഭിച്ചത് എന്നത് മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സഹപരിശീലകനായ റിയാൻടൺ ഡോഷാറ്റയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിന് മുൻപ് റൺസൊന്നും എടുക്കുന്നതിന് മുൻപ് തന്നെ അഭിഷേകിനെ നമുക്ക് നഷ്ടമായത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ തവണയും ആ നീക്കം എതിരാളികൾക്ക് വിക്കറ്റ് നൽകി. അങ്ങനെ എല്ലാ ഇന്നിംഗ്സിലും 0 അല്ലെങ്കിൽ 1-2 റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണ് നമുക്ക് തുടങ്ങേണ്ടതായി വന്നത്. പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഇത് വലിയ സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് എന്നും ഇത് ഇന്ത്യയുടെ സ്കോറിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് ഡോഷാറ്റ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ടീമിൽ പരിചയസമ്പത്ത് കുറഞ്ഞ നിരവധി താരങ്ങളാണുള്ളത്. ഒരു സ്ഥിരതയുള്ള ടീമിനെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള താരങ്ങൾ മുൻപ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പഴയവരിൽ ഉറച്ചു നിൽക്കാനോ അതോ മാറ്റം വേണോ എന്നാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള ചോദ്യമെന്നും ഡോഷാറ്റെ പറഞ്ഞു. കഴിഞ്ഞ 18 മാസമായി മികച്ച പ്രകടനം നടത്തിയവർ ഇപ്പോൾ റൺസ് കണ്ടെത്താനായി പ്രയാസപ്പെടുന്നു എന്നാണ് കോച്ച് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിലെ തന്ത്രപരമായ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. സഞ്ജു ഒരു മികച്ച താരമാണെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നും കോച്ച് വ്യക്തമാക്കി. സഞ്ജുവിനെ പ്ലേയിംഗ് ലെവലിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടത്തുമെന്നുമാണ് ഡോഷാറ്റ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തത്. ലോകകപ്പിൽ കളിച്ച 4 ഇന്നിംഗ്സുകളിൽ 3 തവണ അഭിഷേക് 0-ന് പുറത്തായിരുന്നു. ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 12 പന്തിൽ 15 റൺസെടുത്ത അഭിഷേക് മടങ്ങി. ടോപ്പ് ഓർഡറിൽ 3-ാം നമ്പറിൽ ഇറങ്ങുന്ന തിലക് വർമ്മയ്ക്കും ഭേദപ്പെട്ട ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ലോകകപ്പിൽ നമീബിയയ്ക്കെതിരായ മത്സരത്തിൽ കളിച്ച സഞ്ജു 8 പന്തിൽ 22 റൺസുമായി മികച്ച പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ 2025-ന് ശേഷമുള്ള സഞ്ജുവിന്റെ ഓപ്പണിംഗ് കണക്കുകൾ അത്ര മികച്ചതല്ല എന്നും മാനേജ്മെന്റിനെ സംബന്ധിച്ച് ചർച്ചാവിഷയമായി മാറുന്നുണ്ട്. 12 ഇന്നിംഗ്സുകളിൽ വെറും 13 ശരാശരിയിൽ 156 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. സെമിഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ ഫെബ്രുവരി 26-ന് സിംബാബ്വേക്കെതിരെ നടക്കുന്ന മത്സരം ടീം ഇന്ത്യക്ക് ജയിച്ചേ തീരൂ. ജീവൻ മരണ പോരാട്ടത്തിൽ സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കി ഒരു പരീക്ഷണം നടത്തണോ അതോ നിലവിലെ താരങ്ങളിൽ വിശ്വാസം അർപ്പിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ. എന്നിരുന്നാലും സഹപരിശീലകൻ റിയാൻടൺ ഡോഷാറ്റയുടെ വാക്കുകൾ തീർച്ചയായിട്ടും സഞ്ജു അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്.